നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനാൻസ് സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്യൂബ് ഓഫ് എനി 2 ഡിജിറ്റ് നമ്പർ, അതായത് രണ്ടക്ക സംഖ്യയുടെ ക്യൂബ് കാണാനുള്ള എളുപ്പ വഴി. 13 ക്യൂബ് എന്ന് വെച്ചാൽ 13 ഗുണം 13 ഗുണം 13 ഗുണിക്കുന്നതിന് കുറെ സമയം എടുക്കും. അതിന് പെട്ടെന്ന് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. 13 ക്യൂബ് ആദ്യം എന്ത് ചെയ്യണം? ഇത് രണ്ടക്ക സംഖ്യയല്ലേ, അപ്പോൾ ഒരു 2 ലൈൻ ഇങ്ങനെ ഇടണം. രണ്ടക്കം 2 ലൈൻ, രണ്ടക്ക കൊണ്ട് 2 ലൈൻ ഇടും. ഇനിയോ ഈ ഒന്നിന്റെ ക്യൂബ് എത്രയാണ്? 1 തന്നെ. അതിന് 2 പൂജ്യം കൂടെ 3 സ്ഥാനം വെറുതെ പൂജ്യം ഇടുക ഇങ്ങോട്ട്. 3 ക്യൂബ് എത്രയാണ്? 1 ക്യൂബ് നമ്മൾ ഇങ്ങോട്ട് എഴുതി. 3 ക്യൂബ് 3 3 9 9 3 27 27. അത് 3 അക്ക സംഖ്യയായിട്ട് ഇങ്ങനെ എഴുതി വെക്കണം. ഇത്ര എഴുതി. ഇനിയോ ഈ 1 × 3 എത്രയാണ്? 3. പിന്നെ ആ 3നെ വീണ്ടും 3 കൊണ്ട് ഗുണിക്കണം. 3 9. 9 കിട്ടി. ആ 9നെ ഈ സംഖ്യ 13 എന്ന സംഖ്യ കൊണ്ട് ഗുണിക്കുക. 13 ഗുണം 9 9 27 ശിഷ്ടം 2 9 2 11 117 കിട്ടി. ആ 117 ഇവിടുന്ന് ഒരു സ്ഥാനം മാറ്റി ഇങ്ങോട്ട് എഴുതുക. 7 ഇവിടെ എഴുതണം, ഈ 1 ഇവിടെ എഴുതണം, ഈ 1 ഇവിടെ എഴുതണം. എന്നിട്ട് ആഡ് ചെയ്യണം. 7 അതേപടി ഇറക്കി എഴുതി. 7 2 9 0 1 1 1 1 2. 2197 ഉത്തരം അല്ലേ? 7 ഒരു സ്ഥാനം മാറ്റി എഴുതാവുള്ളൂ. 117 7 ഇറക്കി എഴുതി. 7 2 9 1 1 1 2 ആയില്ലേ? 2197 13 ഗുണം 13 ഗുണം 13 ഉത്തരം. നമുക്കിനി അടുത്ത കണക്കാം. 52 ക്യൂബ് എങ്ങനെയാണ്? ആദ്യം 2 ലൈൻ ഇടുക. അപ്പോൾ എന്നിട്ടോ 5 ക്യൂബ് എത്രയാണ്? 5 ഗുണം 5 ഗുണം 5 എത്രയാണ്? 5 ഗുണം 5 25 25 ഗുണം 5 125. ഇത് 3 അക്ക കൊണ്ട് നമുക്കിനി ഇപ്പുറത്തെ 0 എന്ന് ഇടേണ്ട കാര്യമില്ല. 2 ക്യൂബ് 2 ഗുണം 2 ഗുണം 2 എത്രയാണ്? 2 4 4 2 8 8 എഴുതി. 2 0 കൂടെ ഇവിടെ ഇട്ട് വയ്ക്കുക. എന്നിട്ട് പിന്നെയോ ഇനി 5 ഗുണം 2 എത്രയാണ്? 2 10. ആ 10 ഗുണം 3 എത്രയാണ്? 30 അല്ലേ? 30 × 52 52 ഇങ്ങനെ അല്ലേ? 52ന് ഇതുണ്ട് 5 × 2 10 10 × 3 30. 30ന് 52 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എളുപ്പവഴി ചെയ്യണം. ഈ 0 മാറ്റി ഗുണിക്കാം. 3 2 6 3 5 15 156 എന്നിട്ട് ഒരു 0 കൂടി ഇട്ടാൽ മതി. അങ്ങനെ എളുപ്പത്തിൽ ചെയ്തോ അല്ലേ? 1560. ഇനി എന്ത് ചെയ്യണം? ഒരു സ്ഥാനം മാറ്റി ഈ സംഖ്യ എഴുതുക. ഈ 0 ഒരു സ്ഥാനം മാറ്റി ഇവിടെ എഴുതണം, ഈ 6 ഇവിടെ എഴുതണം, ഈ 5 ഈ 5ന്റെ അടിയിൽ എഴുതണം, ഈ 1 ഇവിടെ എഴുതണം അല്ലേ? 1560 എഴുതി. ഇനി ആഡ് ചെയ്യണം. 8 അതേവിടെ എഴുതി, ഈ 0 എഴുതി. 6 5 5 10 ശിഷ്ടം 1 1 1 2 2 4 പിന്നെ 1 അല്ലേ? 8 0 6 5 5 10 ശിഷ്ടം 1 1 1 2 2 4 ഈ 1 ഇറക്കി. അപ്പോൾ എത്രയാണ് ഉത്തരം? ഇതുണ്ട് 1 10 100 1000 1000 ലക്ഷം 1,40,608 ഈ ഏത് 52 ഗുണം 52 ഗുണം 52 എന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മൾ 2 ചെയ്തു. ഇത് ഈ 4 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു സംഖ്യയുടെ രണ്ടക്ക സംഖ്യയുടെ ഏതിൻ്റെയും ക്യൂബ് റൂട്ട് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സ്പീഡിൽ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നിമിഷ നേരം കൊണ്ട് ഉത്തരം കണ്ടെത്താൻ പറ്റും. അല്പം കൂടെ സ്പീഡ് ചെയ്ത് കാണിച്ചു തരാം. 84 ക്യൂബ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 2 വരെ ഇടണം. 2 വരെ ഇടുക നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 8ന്റെ ക്യൂബ് എത്രയാണ്? 8 64 × 64 × 8 4 32 3 6 48 3 51 4 32 ഇഷ്ടം 3 6 48 3 51 512. 4ന്റെ ക്യൂബ് 1 4 16 16 4 64. ഇവിടെ ഇത് 0 ഇടണം 3 അക്കം കിട്ടാൻ വേണ്ടി. ഇനിയോ 8 × 4 4 8 32 32 × 3 അല്ലേ? ഇതാ 32 × 3 3 6 3 9 90 ഇതുണ്ട്. 4 8 32 32 × 3 3 6 96 96 × 84 84 × 96 6 4 24 ശിഷ്ടം 2 6 48 2 50 4 36 ശിഷ്ടം 3 എണ്ണം 72 3 75 4 ഇത് 6 4 36 എണ്ണം 72 3 75 4 6 5 10 80 64 എന്ന് കിട്ടും. അതെങ്ങനെ? ഒരു സ്ഥാനം മാറ്റി എഴുതണം അല്ലേ? ഇവിടെ 4 ഇവിടെ 6 ഇവിടെ 0 ഇവിടെ 8. ഇനി കൂട്ടണം. ഈ 4 ഇറക്കി എഴുതി. 6 4 10 ശിഷ്ടം 1 6 1 7 ഈ 2
8 1 9 5 ഒറ്റ 10 100 1000 പിന്നെ 5,92,704 ഏതാ 84 ഗുണം 84 ഗുണം 84 എന്നുള്ള ഉത്തരം. അടുത്ത 19 ക്യൂബ്. അതും കൂടെ നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. 19 ക്യൂബ് എങ്ങനെയാണ്? ആദ്യം 2 വര ഇടുന്നു. 1 ക്യൂബ് എത്രയാണ്? 1 തന്നെ. ഇങ്ങനെ 3 സ്ഥാനം ഇടുന്നു. 9 9 9 9 എത്രയാണ്? 9 9 81 ഗുണം 9 ഓരോ 9 എണ്ണുമ്പോൾ 72 729 എന്ന് എഴുതുന്നു. പെട്ടെന്ന് ചെയ്താൽ അല്ലേ? 720 3 സ്ഥാനം കൊണ്ട് പിന്നെ എഴുതാൻ പോകണ്ട. പിന്നെ എന്ത് ചെയ്യണം? 1 ഗുണം 9 9 9 ഇൻറ്റു 3 27 27 ഉണ്ട്. ഇല്ലയോ? ഈ 19 കൊണ്ട് കുടിക്കണം അല്ലേ? 19 ഈ 27 ഇട്ട് എങ്ങനെയാണ്? 1 ഗുണം 9 ഗുണം ഈ 3 അല്ലേ? 3 9 27 27 ഇൻറ്റു 19 7 63 ശിഷ്ടം 6 20 പോയിന്റ് 6 24 ഓരോ 7 ഓരോ 2 2 7 63 6 20 പോയിന്റ് 6 24 ഓരോ 7 ഓരോ 2 2 3 74 11 513 കിട്ടി അല്ലേ? 513 എന്ത് ചെയ്യണം? ഒരു സ്ഥാനം മാറ്റി എഴുതണം. ഇവിടെ 3 എഴുതി, ഇവിടെ 1 എഴുതി, ഈ 1ൻ്റെ ഇടയിൽ ഈ 5 എഴുതി കൂട്ടണം. 9 3 2 5 7 1 8 5 1 6 ഇങ്ങോട്ട് മാറ്റി 6 6859 എന്ന് 19 ഗുണം 19 ഗുണം 19 കിട്ടും. പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ വരെ. അപ്പോൾ നിങ്ങൾക്ക് ഈ എനി 2 ഡിജിറ്റ് നമ്പറിൻ്റെ ക്യൂബ് കാണാനുള്ള എളുപ്പവഴി നിങ്ങൾ പഠിച്ചെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.